ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അയൽവക്കത്തെ ചേച്ചിമാരെല്ലാം കൂടെ വന്ന് സച്ചിയോടും രേവതിയോടും കുടയൊക്കെ ചൂടി വൈകിട്ട് എങ്ങനെയാണ് മുറ്റത്ത് കിടക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചതിൻ്റെ പേരിൽ രേവതിക്ക് അങ്ങ് നാണമാണ്. രേവതി പറയും, എനിക്ക് അങ്ങ് നാണം വരുന്ന വെച്ചു ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യമൊന്ന്. എന്നാൽ പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് നാണിച്ചെന്ന് പറഞ്ഞ് സച്ചിയും പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിക്കും അങ്ങ് സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട്. രേവതി രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കോലം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് ഓടി വരുന്നത്. എന്താ രേവതി, ഇങ്ങനെയാണോ ഈ പ്രാവശ്യം കോലം വരച്ചിരിക്കുന്നത്? ഇതെന്താ ഇതിൻ്റെ ഫാഷനൊക്കെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുള്ള പരുവത്തിലാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പോഴത്തേന് ചന്ദ്രമതിയുടെ അമ്മായിയമ്മയായ അച്ചമ്മ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അച്ചമ്മ ചോദിക്കും, എന്താ ഈ കോലത്തിന് കുഴപ്പമൊന്നും? അല്ല, അതിൻ്റെ ഫ്രണ്ടിൽ വെൽക്കം എന്ന് എഴുതിയിട്ടില്ലല്ലോ എന്ന്. അത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി ചോദിക്കും, അച്ചമ്മ എത്ര പ്രാവശ്യം വീട്ടിൽ വന്നിരിക്കുന്നത്, എന്നെങ്കിലും അമ്മ കോലത്തിൻ്റെ ഫ്രണ്ടിൽ വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല, അത് എഴുതിയിട്ടില്ലെന്ന് പറയും. ഇതിപ്പോൾ എന്നാ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കും. അത് പിന്നെ ഇന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വരുമല്ലേ, അപ്പം അദ്ദേഹത്തെ വെൽക്കം ചെയ്യണ്ടേ, അതിന് ആദ്യമേ ഇതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിക്കാണെന്ന് നിൽക്കപ്പെടുത്തില്ല. അയ്യോ, ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് ആണ് ഒരു ബക്കറ്റ് അവിടെ ഇരിക്കുന്നത്. രേവതി, ആരാ ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടുവച്ച്? ഇങ്ങനെയുള്ള അഴുക്ക് ബക്കറ്റൊക്കെ അവിടെ കൊണ്ട് ഫ്രണ്ടിൽ വെക്കാവോ എന്ന് ചോദിച്ചാൽ ഓടി അങ്ങോട്ട് ചെന്ന് ബക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേന് അടിച്ചു തല്ലി വീഴാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം രവീന്ദ്രൻ അങ്ങോട്ട് വരുമ്പോൾ രവീന്ദ്രൻ്റെ കയ്യിലേക്കാണ് ചന്ദ്രമതി വീഴുന്നത്. അന്നേരത്തേന് ചന്ദ്രമതിയെ താങ്ങി എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ, എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ ഒരു ലിക്കും ലഗാനും ഇല്ലാതൊക്കെ ഓടാവോ എന്നൊക്കെ. അപ്പോൾ ഇവരുടെ ഈ താങ്ങലും ചോദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേന് എല്ലാവരും ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും അകത്തേക്ക് ഓടി പോകുന്നുണ്ട് ചന്ദ്രമതി. അപ്പം അകത്ത് ചെന്നിട്ട്, അയ്യോ ഈ പഴയ കസേരയൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, ഈ പഴയ സാധനം എല്ലാം എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അച്ചമ്മ അങ്ങോട്ട് കയറി വരും. അപ്പോൾ അച്ചമ്മ ചോദിക്കും, നിനക്ക് എന്താ ചന്ദ്ര, എന്ത് പറ്റിയതാന്ന് ചോദിക്കും. ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങ് മലേഷ്യയിൽ നിന്ന് വരുമല്ലേ, അപ്പം പിന്നെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല, ഇവിടെ ഒരു പൊടി പോലും കിടക്കാൻ പറ്റത്തില്ല, രേവതി രേവതി എന്ന് പറഞ്ഞ് അങ്ങ് ബഹളമാണ്. രേവതി ഇവിടം തുടക്കിയോ അവിടം തുടക്കിയോ അതുണ്ടാക്കിയോ പലഹാരം ഉണ്ടാക്കിയോ ഇങ്ങനെ ബഹളമാണ്. അപ്പോഴത്തേന് അച്ഛമ്മ പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യണമെങ്കിൽ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തോണം, അല്ലാതെ രേവതിയെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. അമ്മ, അത് ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നോണ്ടല്ലേ, ഇവളൂടെ കൂടിയൊക്കെ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറയും. അതൊന്നും നടക്കത്തില്ല, നിനക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നീ വർഷയും ശ്രുതിയും കൂടെ കൂട്ടിക്കോ, അല്ലാതെ രേവതിയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അടി കിട്ടിയ പോലെ ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. അപ്പോഴാണ് ശ്രീകാന്തും വർഷയും കൂടെ എഴുന്നേറ്റ് വരുന്നത്. സച്ചി അപ്പോൾ അച്ചമ്മയുടെ കൈക്കിട്ട് തട്ടുന്നുണ്ട്, നോക്കെന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും അച്ചമ്മ നോക്കുമ്പോഴത്തേന് വർഷ ഇങ്ങനെ കൈയൊക്കെ മുരി നിവർത്തിയൊക്കെ എഴുന്നേറ്റ് വരുവാണ്. ആഹാ, ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ എന്ന് ചോദിക്കും. അതെ, എന്താ ഞങ്ങൾ ഇന്നലെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് താമസിച്ചാണ് കിടന്നത്, താമസിച്ച് കിടന്നിട്ട് താമസിച്ച് എഴുന്നേക്കുന്ന എൻ്റെ ഒരു രീതിയിൽ നിന്ന് വർഷ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കോഫി കിട്ടിയില്ലല്ലോ എന്ന് പറയും. ഉടനെ തന്നെ വീണ്ടും ചന്ദ്രമതി ബഹളം വെക്കും. രേവതി ദേ ഇവർക്ക് കോഫി കൊടുത്തില്ലെന്ന് ചോദിക്കും. അതിന് ഞാൻ അമ്മയ്ക്ക് കോഫി തന്നായിരുന്നല്ലോ, അച്ഛമ്മയ്ക്കും കൊടുത്ത് എല്ലാവർക്കും കൊടുത്തെന്ന് പറയും. ഇവർക്ക് കൊടുത്തില്ലല്ലോ എന്ന് പറയും. ഉടനെ വർഷ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയാ തരുന്ന ആരി, ഞങ്ങളിപ്പോൾ എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ, ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങൾക്ക് കോഫി തരാൻ പറ്റുമോ? രേവതി ചേച്ചി ഞങ്ങൾക്കൊരു കോഫി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയുന്നതിനാ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോഴത്തേനും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ ഈ സമയത്തൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നത്, നിങ്ങൾ രേവതിയെ കണ്ടുപിടിക്കുക, രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ അടുക്കള പണി എല്ലാം ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ കോലവും വരച്ച് കണ്ടില്ലേ എന്ന് ചോദിക്കും. എന്താണോ, എനിക്ക് അങ്ങനെ ഒരു ശീലമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയും കൂടി എഴുന്നേറ്റ് വരുന്നത്. നിങ്ങളിപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്, ദേഷ്യപ്പെട്ട അച്ചമ്മ ചോദിക്കുക. കേൾക്കുമ്പോഴേ ശ്രുതി പറയും, ഇല്ല അച്ചമ്മ, ഞങ്ങൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി, ഇപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വന്നേ മാത്രമുള്ളെന്ന് പറയും. എന്താ ചന്ദ്ര ഇത്, നിന്റെ മരുമക്കളൊക്കെ എന്നെ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് വരുന്നത്, നീ എന്താ നേരത്തെ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേന്ന് അച്ചമ്മ ചന്ദ്രമതിയെ വഴക്ക് പറയും. അത് അമ്മയെ അവർക്ക് ഈ സമയത്തായി എഴുന്നേക്കുന്നൊക്കെ പറയും. ഇനി മേലിൽ അങ്ങനെ ഉണ്ടായേക്കരുത്, എല്ലാവരും പോയി കുളിക്കാനൊക്കെ പറയും. ഉടനെ വർഷ പറയുന്നുണ്ട്, എനിക്ക് ബെഡ് കോഫി കിട്ടിയാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. അതിന് ബെഡ് കോഫിയോ എന്ന് ചോദിക്കുന്ന ഉടനെ സച്ചി പറയും, അത് അച്ചമ്മയെ രാവിലെ പല്ല് പോലും തേക്കാതെ ബെഡ് കിട്ടുന്ന കോഫിയാണ് ബെഡ് കോഫി എന്ന് പറയും. അങ്ങനെയൊക്കെ ആരെങ്കിലും കോഫിയൊക്കെ കുടിക്കുമോ, പോയി പല്ല് തേക്കാൻ പറയുന്നുണ്ട്. എനിക്ക് ബെഡ് കോഫി കിട്ടിക്കഴിഞ്ഞാലേ പല്ല് തേക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വർഷം അവിടെ കുത്തിയിരിക്കും. അന്നേരത്തേന് മുത്തശ്ശി നോക്കുന്നുണ്ട്, ശ്രീകാന്തിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ശ്രീകാന്ത് ഉടനെ വർഷക്കേട്ട് തോണ്ടും, എൻ്റെ പറയും, വാ ബെഡ് കോഫിയൊക്കെ പുറകെ വന്നോളും, ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് വർഷ കുത്തിപ്പൊക്കിക്കൊണ്ട് അങ്ങ് പോകും. അപ്പോൾ ചന്ദ്രമതി എന്ന് രവീന്ദ്രനോട് പറയുന്നുണ്ട്, രവിയേട്ടാ ഇന്ന് എങ്ങോട്ടും പോയേക്കരുത്, ശ്രുതിയുടെ ഇളയച്ചൻ വരുന്ന ദിവസമാണ്, അതിന് നീ ഇന്നത്തെ ദിവസം ഇനി എന്നെ എങ്ങോട്ടും വിട്ടിട്ടില്ലല്ലോ, എൻ്റെ
ഫ്രണ്ട്സിനെ പോലും എനിക്ക് ഇതുവരെ ഒന്ന് പോയി കാണാൻ പോലും പറ്റിയില്ല എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും ശരിക്കും ശ്രുതി പെട്ടതുപോലെ നിൽക്കുകയാണ്. ദൈവമേ, അയാൾ വരുമോ, വന്നിട്ട് പോയാലേ എൻ്റെ ടെൻഷൻ മാറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് ചന്ദ്ര ചോദിക്കും, എങ്ങനെയാ മോളുടെ ചെറിയച്ഛൻ ഇന്ന് വരത്തില്ലെന്ന് ചോദിക്കും. വരും ആൻറ്റി, വരും, രാവിലെ തന്നെ വരുമെന്ന്. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ബസ്സിന് കയറിയോന്ന്. എടാ ബസ്സിനല്ലടാ ഫ്ലൈറ്റിനാ വരുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കാണേ ആകെ ടെൻഷൻ. ബീരാൻ്റെ ഫോണിലേക്ക് ശ്രുതി വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഒക്കെ പറയുമ്പോഴത്തേന് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ചന്ദ്രമതി വീടിനുള്ളിലൂടെ അങ്ങ് ഓട്ടമാണ്. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത് ശരിയാകുന്നില്ല എന്നുള്ള പരുവത്തിലാണ് ചന്ദ്രമതിയുടെ ഓട്ടം. അത് ശരിയാകുന്നില്ല, അവിടെ വെച്ചത് ശരിയാകുന്നില്ല, പലഹാരം ഉണ്ടാക്കുന്നത് എത്രണ്ണം ഉണ്ടാക്കണമെന്നുള്ള ടെൻഷന്, പിന്നെ ആരതി ഒഴിയുന്ന കാര്യം. അതിനിടയ്ക്ക് രേവതിയെ വിളിച്ച് പറയുന്നുണ്ട് ആരതി ഒഴിയാനുള്ള എല്ലാ സാധനങ്ങളും സംഘടിപ്പിച്ച് വെക്കണമെന്നൊക്കെ. അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആ ഇളയച്ചൻ അങ്ങ് മലേഷ്യയിൽ നിന്നല്ലേ വരുന്നത്, അദ്ദേഹത്തെ വേണ്ട പോലെ നമുക്ക് സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം സച്ചി പറയും, എന്നാൽ പിന്നെ കുറച്ച് സ്വീകരണക്കാരെയൊക്കെ വിളിച്ച് ഡാൻസുകാരെയൊക്കെ വിളിച്ച് ഡാൻസൊക്കെ കളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാമെന്നൊക്കെ പറയും. അന്നേരത്തേനൊക്കെ ശരിക്കും ശ്രുതിക്ക് അങ്ങ് ചമ്മലാണ്, ഇതൊക്കെ എന്താ ഈ പറയുന്നുള്ള പരുവത്തിൽ. അതിനിടയിലാണ് ചന്ദ്രയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ ഇളയച്ചൻ വന്നു കഴിഞ്ഞാൽ ഏത് മുറി കിടത്തും, ആകെ 2 മുറി എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഏത് മുറി കിടത്തും എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്നാ മോനെ സുധി, ഇനി ഇളയച്ചൻ വന്നു കഴിയുമ്പോൾ ഏത് മുറി കിടത്തും, നിങ്ങളുടെ മുറി കിടത്താവുന്നു. ഞങ്ങളുടെ മുറി ചെറുതല്ലേ, എന്നാ ശ്രീകാന്തിൻ്റെ മുറി കിടത്താവുന്നു. ഉടനെ വർഷ പറയും, അതെങ്ങനെ ശരിയാവും, ഞങ്ങൾ ആ മുറി കിടക്കില്ലേ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അല്ല, ഇവർ വേണമെങ്കിൽ ഒരു ടെൻ്റൊക്കെ കെട്ടി കിടന്നോളൂന്ന്. അതൊന്നും ശരിയാകത്തില്ല, ഞങ്ങളുടെ മുറി വിട്ട് തരികയില്ലെന്ന് വർഷ എടുത്തടിച്ച് പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയും, ഞങ്ങൾക്ക് എന്നാണേലും മുറിയില്ല, ഞങ്ങളിപ്പോഴും മുറ്റത്താണ് കിടക്കുന്നത്, വീട്ടിലെ പോലെ തന്നെ റൂമിൻ്റെ പേരിൽ അടി തുടങ്ങി ഇവിടെയും വന്നു കഴിഞ്ഞിട്ട്. അച്ഛമ്മ ഒന്ന് സൂക്ഷിച്ചോ, ചിലപ്പോൾ അച്ഛമ്മ എടുത്ത് വെളിയിലിട്ടിട്ട് അമ്മ ആ മുറി ഇവർക്ക് വിളയച്ചിന് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അന്നേരം അവസാനം വർഷ പറയും, അതൊന്നും സാരമില്ല, ഞങ്ങളുടെ മുറി കൊടുത്തോളാം എന്ന് പറയും. ഇപ്പോൾ ശ്രുതി പറയും, ശ്രുതി നമ്മളപ്പോൾ എവിടെ കിടക്കും, നമുക്ക് ഹാളിൽ കിടക്കാൻ തൽക്കാലം, അതുകൊണ്ട് വരാൻ പറഞ്ഞ് അകത്തേക്ക് അങ്ങ് വിളിച്ചുകൊണ്ട് പോകും. ശ്രുതി, നിൻ്റെ ചെറിയച്ഛൻ വരുമ്പോൾ എനിക്ക് ഒന്ന് ശരിക്കും മിന്നിക്കണം എന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കളിച്ചാണ് ശ്രുതി അകത്തേക്ക് പോകുന്നത്. അന്നേരം ശ്രുതി മനസ്സിലോർക്കേണ്ട, ദൈവമേ, ഈ ആൻറ്റി ഇങ്ങനെ ഒരുപാട് ബിൽഡപ്പൊക്കെ ചെയ്താണ് ചെറിയച്ഛനെ നോക്കിയിരിക്കുന്നത്, ഇനി അയാളെങ്ങാനും വന്നിട്ട് മൊത്തം കുളവാക്കുമോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു കാറ് അവരുടെ വീട്ടിലേക്കുള്ള വഴിയെ കയറി വരുന്നതാണ്. അത് ചന്ദ്രമതി കാണുന്നുണ്ട്. അപ്പം നോക്കി നിൽക്കുമ്പോഴത്തേനും അത് ഇളയച്ചനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓടി അകത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി, ഇതേ ഇളയച്ചൻ വന്നു എന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവും. ഇളയച്ചൻ വന്നോ എന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് ചന്ദ്രമതി വർഷയുടെ മുറിയിൽ ചെന്നും പറയുന്നുണ്ട്, രവിയേട്ടനോടും ചെന്ന് പറയുന്നുണ്ട്, എല്ലാവരോടും ചെന്ന് പറഞ്ഞിട്ട് ഓടി വാതുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ശ്രുതിയുമായിട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേന് കാറിനകത്തൊന്നും ആരും ഇറങ്ങുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് അതിനകത്തൊന്നും ബീരാൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് എല്ലാവരോടും നമസ്കാരമൊക്കെ പറഞ്ഞ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ആട് കരയുന്നത് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് ഇറച്ചി വെട്ടുകാരനല്ലേ അയാൾ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന ഉടനെ ശ്രുതി പിടിച്ച് നിർത്തുന്നുണ്ട്. എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്ന ഉടനെ, അല്ല ഓ മൈ ഗോഡ് എന്ത് ഭംഗിയുള്ള സ്ഥലമാ എന്നൊക്കെ പറഞ്ഞ് ബീരാൻ അങ്ങ് നിന്ന് തടി തപ്പും. അതിനിടയിൽ ബീരാൻ ശ്രുതിയെ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, ആ മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിക്കുന്ന ഉടനെ ശ്രുതി ബീരാനെ തള്ളി മാറ്റിയിട്ട് പറയും, തനിക്കൊണം ഇവിടെ നിന്ന് എടുത്തേക്കരുത്, അടങ്ങി ഒതുങ്ങി ഇരുന്നോണമെന്ന് പറയും. ഇത്ര ഒന്നും അഭിനയിക്കണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ഉടനെ ചോദിക്കും, എവിടെ ക്യാമറ വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, ക്യാമറയോ? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ശ്രുതി ബീരാനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. ചന്ദ്രമതി വലിയ ഗമയെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദേണ്ട ശ്രുതിയുടെ ഇളയച്ചൻ വന്നിരിക്കുന്നു, രേവതി ആരതി എടുത്തോ എന്നൊക്കെ പറയും. അന്നേരം ഇവരെല്ലാവരും വന്ന് നോക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്താനമൊക്കെ പറയും. അന്നേരം എല്ലാം ശ്രുതിക്ക് ടെൻഷനും ശ്രുതിക്ക് ഭയങ്കര ഗമയൊക്കെയാണ്. അന്നേരം ആയാം ശങ്കർദാസ് എന്നൊക്കെ പറഞ്ഞ് വലിയ അഭിനയത്തിലുള്ള രീതിയിലാണ് ബീരാൻ നിൽക്കുന്നത്. അന്നേരത്തേന് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പം ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ശ്രുതിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.